നിങ്ങൾ കേൾക്കണം. ഇതാണ് ബിൻഷ അഷ്റഫ്. ഇപ്രാവശ്യം നടന്ന കലോത്സവത്തിൽ മിമിക്രിയിൽ എ ഗ്രേഡ് കിട്ടിയ വ്യക്തിയാണ്. ലാസ്റ്റ് ടൈമും ഇതേപോലെ തന്നെ ലാസ്റ്റ് ഇയർ കലോത്സവത്തിലും എ ഗ്രേഡ് കിട്ടിയതാണ്. അതും മിമിക്രി തന്നെയാണ്. ഒന്നാം സ്ഥാനം എ ഗ്രേഡ് ഒന്നാം സ്ഥാനം ലഭിച്ചതാണ് മിമിക്രിക്ക് അല്ലെ? വേറെ എന്തൊക്കെ ഉണ്ടായിരുന്നു? വേറെ അങ്ങനെ കഴിഞ്ഞ വർഷം തുടങ്ങിയത് സ്റ്റാർട്ട് ചെയ്ത്. ഇപ്പൊ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 9th. ഓക്കെ. സോ ഈ മിമിക്രിയിലേക്ക് എങ്ങനെയാണ് വന്നത്? ഉപ്പ കൊണ്ടുവന്ന. ഉപ്പയാണോ പഠിപ്പിക്കുന്നത്? അതെ. ആണോ? ചേട്ടന് എത്ര വർഷമായിട്ട് മിമിക്രിയിലുണ്ട്? 18 വർഷമായിട്ടുണ്ട്. ഓക്കെ. നോർമലി എങ്ങനെ സ്റ്റേജസിലൊക്കെയാണോ കൂടുതലും ചെയ്യാറുള്ളത്? അതുപോലെ തന്നെ കലോത്സവത്തില് മത്സരിച്ച് നേടി വന്നതാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇൻട്രസ്റ്റ് 2 വർഷം വിന്നറായിരുന്നു. എന്താണ് ആദ്യം ചെയ്യുന്നത്? ഈയിടെ ഇപ്പൊ ഒരുപാട് ആളുകളുടെ മരണത്തിന് ഇടയാക്കിയ ഒരു സംഭവമാണ് പരവൂർ വെടിക്കെട്ട് ദുരന്തം. അപ്പോ അങ്ങനെയുള്ള ഭീകരമായ വെടിക്കെട്ടുകൾക്ക് കടിഞ്ഞാണിട്ട നമ്മുടെ കേരള സർക്കാരിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഒരു ഡിജിറ്റൽ വെടിക്കെട്ട്. ഓക്കെ. ഇനി അടുത്തത് നമ്മള് കിണറ്റിൽ നിന്ന് വെള്ളം കോരാനായിട്ട് കപ്പി ഉപയോഗിക്കാറുണ്ട്. തുരുമ്പ് പിടിച്ച കപ്പി ഉപയോഗിച്ചാണ് വെള്ളം മുക്കുന്നതെങ്കിൽ കപ്പിക്ക് ഒരു ശബ്ദം ഉണ്ടാകും. ഇനി ഈ ബക്കറ്റ് തിരിച്ച് കിണറ്റിലേക്ക് ഇടുമ്പോ കപ്പിയുടെ ശബ്ദത്തില് ഒരു വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. ഞങ്ങളുടെ മലബാറിന്റെ തനതായ ഒരു കലാരൂപമാണ് ദഫ്ഫൂട്ട്. ഒന്നിലധികം ദഫുകൾ മുട്ടുമ്പോഴുണ്ടാകുന്ന ശബ്ദം. ഇനി ഇതിന്റെ പാട്ട്. ഇനി ഈ പാട്ടും ദഫുമുട്ടും ഒന്നിച്ച് കേൾക്കാം. Ina pai pan pan da pa pina pu leza pudu pa pan ipa puru pi ina pai pan pan da pa pina pu leza pudu pa pan ipa puru pi. ഇനി ഇതുപോലത്തെ എന്താ? പണ്ട് കാലങ്ങളിൽ നമ്മൾ ഓഡിയോ കാസറ്റ് ഉപയോഗിച്ച് പാട്ട് കേൾക്കാറുണ്ടായിരുന്നു. ഈ ഓഡിയോ കാസറ്റ് പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോ കാസറ്റ് കുടുങ്ങിപ്പോയി കഴിഞ്ഞാൽ പാട്ടിലുണ്ടാകുന്ന വ്യത്യാസം. നാദാപുരം പള്ളിയിലെ ചന്ദനക്കുടത്തിന് 4 മുളം വീരാളിപ്പ. ഇനി ഇതേ ഓഡിയോ കാസറ്റ് പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോ വോൾട്ടേജിൽ ഉണ്ടാകുന്ന വേരിയേഷൻ, ഈ പാട്ടിലുണ്ടാക്കുന്ന വ്യത്യാസം. വെള്ളുകുമ്പം കുള്ളിക്കുവാൻ പോകുന്ന വഴിവക്കില് വെലിക്കൽ നിന്നവനെ കൊച്ചു ഇനി കേടുവന്ന CD ഉപയോഗിച്ചാണ് പാട്ട് കേൾക്കുന്നതെങ്കിൽ സ്ക്രാച്ച് വീണ സ്ഥലത്തെത്തി കഴിഞ്ഞാൽ പാട്ടിലുണ്ടാകുന്ന വ്യത്യാസം. മിനുങ്ങും മിന്ന മിനുങ്ങേ മിന്നി മിന്നി തേടുന്നതാരേ വരുമോ ചാരേ നിന്നച്ഛൻ വരുമോ. നാഗൂർ പാട്ടും അതിന്റെ ഒപ്പം ഒരു താളവും കൂടിയിട്ട്. കുറച്ച് രാഷ്ട്രീയ നേതാക്കന്മാരുടെ ശബ്ദത്തിൽ പോകുന്ന
ട്രെയിനിന്റെ ശബ്ദം ചെയ്യാറുണ്ടായിരുന്നു. ആഹാ, അപ്പൊ അത് ചെയ്യാൻ പറഞ്ഞപ്പോൾക്ക് മടിയാ. അത്രയും വലിയ ഫ്ലോറിൽ വന്നിട്ട് ഞാൻ ചെയ്താൽ ശരിയാവില്ല. അതെന്താ ഇത്രയൊക്കെ ചെയ്യാമെങ്കിൽ പിന്നെ അതും കൂടെ ചെയ്തു വിടും. നമ്മളെല്ലാരും വെയിറ്റ് ചെയ്യാം അല്ലേ? അത് കേൾക്കാനുള്ള ആഗ്രഹമില്ലേ? ഉണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട്. ഒരു നല്ല കൈ കൊടുക്കാം പ്ലീസ്. അത് ചെയ്യാൻ നമ്മുടെ പുതിയ സർക്കാരിന്റെ ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി നേതാക്കന്മാരുടെ യാത്ര കാറിൽ നിന്ന് ട്രെയിനിലേക്ക് മാറ്റിയപ്പോ ഈ നേതാക്കന്മാരുടെ ശബ്ദത്തിലാണ് ഈ ട്രെയിൻ സഞ്ചരിക്കുന്നതെങ്കിൽ ആദ്യമായി വളരെ പതുക്കെ പോകുന്ന VS അച്യുതാനന്ദൻ സാറിന്റെ ട്രെയിൻ. ഇനി അതിവേഗം ബഹുദൂരം സഞ്ചരിക്കുന്ന ഉമ്മൻചാണ്ടി സാറിന്റെ ട്രെയിൻ ആണെങ്കിൽ ഒരു പ്രത്യേക താളത്തിൽ സഞ്ചരിക്കുന്ന പിണറായി വിജയൻ സാറിന്റെ ട്രെയിൻ ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഞങ്ങള് നിങ്ങള് അടുത്തതായി വെള്ളാപ്പള്ളി നടേശൻ സാറിന്റെ ട്രെയിൻ. AK ആന്റണി സാറിന്റെ ട്രെയിൻ ആണെങ്കിൽ ഓക്കെ.